അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മംഗല്യസൂത്രയുടെ ഡിസൈനിൽ ഒരു 2 കളക്ഷൻ നെക്ലസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുന്ന മംഗല്യസൂത്രയുടെ ഡിസൈനിൽ വരുന്ന 2 നെക്ലസ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ മംഗല്യസൂത്രം എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ താലിയൊക്കെയാണ് ഇതിനകത്ത് സാധാരണ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് പാശി സ്റ്റോണാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇതിൻ്റെ താലിമാലകൾ ഏകദേശം 1.5 പവൻ, 2 പവൻ, അതുപോലെ തന്നെ 1 പവനിലൊക്കെ കിട്ടുന്നുണ്ട്. 1 പവനാകുമ്പോൾ ലെയർ കുറയും. സിംഗിൾ ലെയർ വരുമ്പോൾ ഒക്കെ 1 പവൻ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് നെക്ലസ്സുകൾ കുറച്ച് വന്നിരുന്നു. അപ്പോൾ അത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ താലിയുടെ കൂടെയൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ അടിപൊളിയൊരു നെക്ലസ്സാണത്. ഇപ്പോൾ കാണിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈൻ, അതായത് ഒരു ലോക്കറ്റ് പോലെ 3 ബട്ടർഫ്ലൈയിൽ സെൻറ്ററിൽ സ്റ്റോൺ വെച്ചതും ബാക്കി ഉള്ള 2 സൈഡിലും പ്ലെയിൻ ആയിട്ടുള്ള 2 ബട്ടർഫ്ലൈ, പിന്നെ പാശിയുടെ ചെറിയ സ്റ്റോണാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, വളരെ ക്യൂട്ടായിട്ട് വരുന്ന ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളക്ഷനാണിത്. പിന്നെ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ തന്നെ ബാക്കി ഡിസൈനുകളൊക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ ലോക്കറ്റിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ഇതൊരു ചെറിയ ലീഫ് പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സെൻറ്ററിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ബട്ടർഫ്ലൈ ഡിസൈൻ ആണെങ്കിൽ ഇതിനകത്ത് സെൻറ്ററിൽ ഒരു ചെറിയൊരു ലീഫ് പോലെ കൊടുത്തിട്ട് സെൻറ്ററിൽ കുറച്ച് സ്റ്റോൺ വർക്കും താഴെ കുഞ്ഞൊരു പാശിയുടെ സ്റ്റോണും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ചെയിൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബോക്സ് ചെയിനാണ്. ബോക്സ് ചെയിൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ലോങ് ലാസ്റ്റിന് വേണ്ടിയിട്ടാണ് ബോക്സ് ചെയിൻ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ചെയിനുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം 5 ഗ്രാം 5.5 ഗ്രാമാണ് തൂക്കം വരുന്നത്. റഫ്യൂസ് നമ്മൾ പറയില്ല, പക്ഷേ എന്നാലും സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഡാമേജ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അതായത് സ്റ്റോൺ വർക്കുകളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനതൊന്നും നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കണ്ട 2 കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട്. സമയം കളയേണ്ട, എല്ലാവരും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എപ്പോഴും നമുക്കങ്ങനെ സ്റ്റോക്ക് അവൈലബിൾ വരുന്ന ഒരു ഐറ്റം അല്ല. നമ്മൾ ബോംബെ പർച്ചേസിൻ്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് റയറായിട്ട് കിട്ടുന്ന പീസുകളാണ്. അപ്പോൾ സമയം കളയാതെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്. വീണ്ടും പറയാണ്, നമുക്ക് ഓൺലൈനായിട്ടുള്ള ഡെലിവറി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച 2 നെക്ലസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ അതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റായിട്ട് അറിയിക്കാനും ഒരിക്കലും മറക്കരുത്. മാക്സിമം എല്ലാ കമൻറ്റിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വെറൈറ്റി കളക്ഷനായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.